എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവസാനത്തെ ക്ലൈമാറ്റിക് റീജിയൻ ആയിട്ടുള്ള തുന്ദ്ര റീജിയനെ പറ്റിയിട്ടാണ്. നമ്മളിതിനെ ടണ്ട്ര അല്ലെങ്കിൽ തുന്ദ്ര എന്നൊക്കെ നമ്മൾ ഉച്ചരിക്കാറുണ്ട്. നോക്കാം. തുന്ദ്ര റീജിയൻ ഈസ് ദ എക്സ്ട്രീം കോൾഡ് സോൺ എക്സ്റ്റെൻഡിങ് ഫ്രം നോർത്ത് ഓഫ് ദ ആർട്ടിക് സർക്കിൾ ഇൻ അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ് ആൻഡ് ദ ആർട്ടിക് കോസ്റ്റ് ഓഫ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. അതായത് ഈ നമ്മൾ നേരത്തെ ടൈഗ പറഞ്ഞതുപോലെ തന്നെ, കഴിഞ്ഞ ക്ലാസ്സിൽ ടൈഗ പറഞ്ഞതുപോലെ തന്നെ തുന്ദ്ര എന്ന് പറയുന്ന റീജിയനും അതൊരു നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രം കണ്ടുവരുന്ന ഒരു ക്ലൈമാറ്റിക് ഏരിയയാണ്. കാര്യം ഞാൻ ടൈഗ പറഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സദേൺ ഹെമിസ്ഫിയറിൽ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ് കഴിഞ്ഞാൽ പിന്നെ ഹൈ ലാറ്റിറ്റ്യൂഡ്സ്, അതായത് നമ്മുടെ അന്റാർട്ടിക്ക അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും എന്താണ്, പിന്നെ അധികം ഓഷ്യൻ സർഫേസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ലാൻഡ് ഇല്ല. അപ്പോൾ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ക്ലൈമാറ്റിക് റീജിയൻസ് ആണ് ടൈഗ ആണെങ്കിലും തുന്ദ്ര ആണെങ്കിലൊക്കെ പറയുന്നത്. കാര്യം ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഈ ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ എന്തുള്ളത്, ലാൻഡ് ഏരിയകളുണ്ട്, നമ്മുടെ കടലല്ലാത്ത കരഭാഗങ്ങളുള്ളത്. അപ്പോൾ ഈ തുന്ദ്ര റീജിയൻ എന്ന് പറയുമ്പോൾ അത് എക്സ്ട്രീം കോൾഡ് സോണാണ്. വളരെയധികം തണുപ്പുള്ള സ്ഥലങ്ങളാണ്, വളരെയധികം തണുപ്പ്. എക്സ്റ്റെൻഡിങ് ഫ്രം നോർത്ത് ഓഫ് ആർട്ടിക് സർക്കിൾ. ആർട്ടിക് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക് പ്രദേശം നമ്മൾ 90 ഡിഗ്രി നോർത്തിനെയാണ് നമ്മൾ ആർട്ടിക് എന്ന് വിളിക്കുക. ഈ ആർട്ടിക്കിൻ്റെ ഭാഗത്ത് രാജ്യങ്ങളൊന്നുമില്ല, പക്ഷേ ഏതാണ്ട് ആർട്ടിക്കിളിൻ്റെ ഒരു എന്താ പറയുക, കുറച്ചൊരു റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ആർട്ടിക്കിനെ ഒരു പോയിന്റ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 8 രാജ്യങ്ങൾ വരുന്നുണ്ട്. ആർട്ടിക് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ നിന്ന് നമ്മളൊരു നിശ്ചിത റേഡിയസ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ അതിനകത്ത് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം 8 രാജ്യങ്ങളാണ് ആർട്ടിക്കിൽ ഉൾപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ ആർട്ടിക് സർക്കിൾ എന്ന് പറയാം. അലാസ്ക, കാനഡ, അതുപോലെ തന്നെ ഗ്രീൻലാൻഡ്, ഇങ്ങനെ പിന്നെയും നമ്മുടെ റഷ്യയുടെ കുറച്ച് ഭാഗങ്ങൾ, റഷ്യയുടെ എല്ലാ ഭാഗങ്ങളിലും റഷ്യയുടെ കുറച്ച് ഭാഗങ്ങൾ, USA കുറച്ച് ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ആർട്ടിക് സർക്കിളിനകത്ത് വരിക. അപ്പോൾ ഇവിടങ്ങളിലൊക്കെയാണ് ആൻഡ് ദ ആർട്ടിക് കോസ്റ്റ് ഓഫ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. അതുപോലെ തന്നെ ആർട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഷ്യൻ കൂടിയാണ്. ഒരു ആർട്ടിക് ഓഷ്യൻ എന്ന് പറഞ്ഞൊരു ഓഷ്യൻ ഉണ്ട്. അപ്പോൾ യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഒക്കെ ഭാഗത്തായിട്ട് ആർട്ടിക് ഓഷ്യൻ്റെ കോസ്റ്റുകൾ, തീരങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ചേരുമ്പോഴാണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ ഈ പറയുന്ന തുന്ദ്ര റീജിയൻ വരുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക് സർക്കിൾ, അതായത് ആർട്ടിക്കിൽ നിന്ന് ഒരു റേഡിയസ്, ഒരു സർട്ടൈൻ ഒരു ലാറ്റിറ്റ്യൂഡ്, റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചാൽ അതിൽ ഉൾപ്പെടുന്ന 8ഓളം രാജ്യങ്ങൾ അതിനകത്ത് വരുന്ന ഈ അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ് ഒക്കെ അതിനകത്ത് വരും. പിന്നെ അതുപോലെ തന്നെ യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഭാഗങ്ങൾ, ഏത് ഭാഗം, ആർട്ടിക് ഓഷ്യൻ്റെ തീരങ്ങൾ വരുന്ന, കോസ്റ്റുകൾ വരുന്ന ഭാഗം, ഇവിടങ്ങളിലാണ് ഏത് വരുന്നത്, തുന്ദ്ര റീജിയൻ വരുന്നത്. ഹിയർ വിൻ്റർ ടെമ്പറേച്ചർ റേഞ്ചസ് ഫ്രം -25 ഡിഗ്രി സെൽഷ്യസ് ടു -40 ഡിഗ്രി സെൽഷ്യസ്. നോക്കൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വളരെയധികം എന്താണ്, എക്സ്ട്രീം കോൾഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിൻ്റർ ടെമ്പറേച്ചർ, ഇവിടുത്തെ തണുപ്പ് കാലത്തെ ഇവിടുത്തെ താപനില, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -25 ഡിഗ്രി സെൽഷ്യസ് മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെ പോകും. അതായത് ഒട്ടും നമുക്ക് മനുഷ്യർക്ക് അതിജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല ഇത്. ആൻഡ് ദ സമ്മർ ടെമ്പറേച്ചർ റൈസസ് അപ് ടു 10 ഡിഗ്രി സെൽഷ്യസ്. സമ്മർ തീരെ ഇല്ല, പക്ഷേ ഇനി ഉണ്ടെങ്കിൽ സമ്മർ, വേനൽക്കാലം ഉണ്ടെങ്കിൽ അതൊരു 10 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് പോകാറുള്ളത്. അതായത് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ പോവുകയുള്ളൂ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പ്രസിപ്പിറ്റേഷൻ ഈസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സ്നോഫോൾ. ഇവിടെ എന്താ പറയുക, മഴയൊന്നുമല്ല പെയ്യുക, പകരം എന്താ, അവിടെ മഞ്ഞ് മൂടി കിടക്കുകയല്ലേ. അപ്പോൾ അവിടുത്തെ പ്രസിപ്പിറ്റേഷൻ എങ്ങനെയായിരിക്കും, അവിടെ എന്താണ്, ക്ലൗഡ്സിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന ഈ മോളിക്യൂൾസ് എങ്ങനത്തെ ആയിരിക്കും, സ്നോഫോളിൻ്റെ രൂപത്തിലായിരിക്കും. അതായത് മഞ്ഞ് വീഴ്ച. നമ്മൾ പ്രസിപ്പിറ്റേഷൻ്റെ ഫോം ഓൾറെഡി 1ാമത്തെ പാഠത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. മനസ്സിലായോ? എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, വർഷത്തിലൊരിക്കൽ മാത്രമാണ് സൺറൈസ് ഉള്ളൂ, വർഷത്തിലൊരിക്കൽ മാത്രമാണ് സൺസെറ്റ് ഉള്ളൂ. എവിടെ? ആർട്ടിക്കിലും അന്റാർട്ടിക്കയിലും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആർട്ടിക്കിലേക്ക്, അപ്പോൾ അന്റാർട്ടിക്കയുടെ കാര്യം ഇപ്പോൾ നമ്മൾ സദേൺ ഹെമിസ്ഫിയറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺലി എ ഫ്യൂ പ്ലാന്റ്സ് ക്യാൻ സർവൈവ് ഇൻ ദ ഹാർഷ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഓഫ് ദ തുന്ദ്ര റീജിയൻ. ഈ തുന്ദ്ര റീജിയനിൽ ഇത്രയും ഹാർഷായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണല്ലോ. അതായത്
വളരെ എക്സ്ട്രീം കോൾഡായിട്ടുള്ള എക്സ്ട്രീം സിവിയർ കോൾഡായിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ എന്തിനു മാത്രമാണ് വളരെ ഫ്യൂ പ്ലാന്റ്സിന് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ കുറച്ച് ചെടികൾക്ക് മാത്രമാണ് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാന്റ്സ് ഗ്രോ ഓൺലി ഇൻ സമ്മർ. ഈ ചെടികൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു വളരെ കുറച്ച് സമ്മറേ ലഭിക്കൂ. ആ സമ്മറിൽ കുറച്ച് പ്ലാന്റ്സ് ഗ്രോ ഓൺലി ഇൻ സമ്മർ. ആ കുറച്ച് ടെമ്പറേച്ചർ കിട്ടുന്ന ആ ഒരു കുറച്ച് കാലത്ത് മാത്രമാണ് ഈ സസ്യജാലങ്ങൾ പ്ലാന്റുകൾ വളരുകയുള്ളൂ. ഡ്യൂ ടു ദ വെരി ഷോർട്ട് ഗ്രോയിങ് സീസൺ അവൈലബിൾ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഒരു ഗ്രോയിങ് സീസണേ ഉള്ളൂ. മരങ്ങൾ വളരുന്ന അല്ലെങ്കിൽ ചെടികൾ വളരുന്ന, സസ്യങ്ങൾ വളരുന്ന, പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്ന വെരി ഷോർട്ട് സീസൺ, അതായത് ആ സമ്മറിൽ ആ 10 ഡിഗ്രി വരുന്ന ആ സമയത്ത് മാത്രമാണ്. ഷോർട്ട് ഷ്രബ്സ് ആൻഡ് മോസസ് ആർ ദ മെയിൻ പ്ലാന്റ്സ് ഫൗണ്ട് ഹിയർ. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ അധികവും എന്താണ് കാണുന്നത്? ഷോർട്ട് ഷ്രബ്സുകൾ, ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും ഷ്രബ്സ് ഞാൻ നിങ്ങളോട് ഗൂഗിൾ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മോസസ്, പായലുകളുമാണ് ഇവിടെ കാണപ്പെടുന്ന മെയിൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. The native people of this region such as Eskimo and Lapas lead a semi-nomadic life. ഇവിടങ്ങളിൽ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട്. ഇത്തരം ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരുകളാണ് എസ്കിമോകൾ, ലാപ്പാസ്, ഇങ്ങനെയുള്ള ആളുകളാണ്. എസ്കിമോകളും ലാപ്പാസും ഒക്കെയാണ് ഇവിടെ താമസിക്കുന്ന നേറ്റീവ് പീപ്പിൾ, അതായത് ഇവിടങ്ങളിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇക്വറ്റോറിയൽ റീജിയനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പിഗ്മികൾ, അതുപോലെ തന്നെ നമ്മൾ വേറെ ബുഷ്മൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എസ്കിമോകൾ, ലാപ്പാസും തുൻഡ്രയിൽ, അതായത് ഇത്രയും തണുപ്പുള്ള ഈ സ്ഥലങ്ങളിൽ കഴിയുന്ന ആൾക്കാരാണ്. അവർ ഒരു സെമി നൊമാഡിക് ലൈഫാണ് ഉണ്ടാവുക. അതായത് അവർ തണുപ്പ് വളരെ അധികം കൂടുമ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക്, ഇവിടെ തന്നെ തുൻഡ്രയിൽ ഈ പറയുന്ന പോളാർ റീജിയൻസിൽ തന്നെ കുറച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കും. എന്നാൽ തണുപ്പ്, ഈ നോർമൽ തണുപ്പിലൊക്കെ അവരവിടെ ജീവിക്കും. അത് അവരുടെ പല ജനറേഷൻസ് ആയിട്ട് അവിടെ തന്നെയാണ് അവർ വളരുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ തണുപ്പൊരു പ്രശ്നമല്ല, അവർക്ക് കുറച്ചും കൂടെ ചൂടായിരിക്കും പ്രശ്നം. എന്നാൽ നമ്മൾ നോർമലി ഉള്ള ബാക്കി ലോകത്തുള്ള ആളുകൾക്കൊക്കെ ഈ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ആർട്ടിക്സ് ആർ ദ റീജിയൻസ് വിത്ത് റിലേറ്റീവ്ലി ഹ്യൂമൻ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അതായത് നമ്മുടെ ഈ ആർട്ടിക് പ്രദേശത്തേക്ക് ആളുകൾ, നമ്മുടെ മനുഷ്യൻ്റെ ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത് വളരെയധികം കുറച്ച് മാത്രമാണ് എത്തിയിട്ടുള്ളൂ. ലിറ്റിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ആണ് ഈ പറയുന്ന ആർട്ടിക്കിലേക്ക് എത്തിയിട്ടുള്ളൂ. കാര്യം നമുക്ക് സാധാരണ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ തണുപ്പിൽ അവിടെ പോയിട്ട് ഇടപെടാൻ വേണ്ടി പറ്റില്ല, അല്ലേ? മറ്റു കാര്യങ്ങളൊന്നും, കൃഷിയോ മറ്റു കാര്യങ്ങളൊന്നും അവിടുത്തെ കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റില്ല. ആളുകൾക്ക് അവിടെ ജീവിക്കാൻ തന്നെ പ്രയാസമാണ്. ആകെ എസ്കിമോകൾക്കും ലാപ്പാസിനും മാത്രമൊക്കെയാണ് അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. കാര്യം അവരുടെ ജനറേഷൻസ് ആയിട്ട് എത്രയോ തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്നത്, അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. സാധാരണ ആളുകൾക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ആർട്ടിക് പ്രദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉള്ള, അതായത് മനുഷ്യൻ്റെ ഇടപെടലുകൾ വളരെ കുറച്ച് മാത്രം എത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ്. സയൻറ്റിസ്റ്റ് ആൻഡ് എക്സ്പ്ലോറേഴ്സ് ആർ കണ്ടിന്യൂയിങ് ദെയർ സ്റ്റഡീസ് ഇൻ ദിസ് റീജിയൻ ഇൻ സെർച്ച് ഓഫ് ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഫോർ മാൻകൈൻഡ്. മനുഷ്യർക്ക് ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ടോ മനുഷ്യർക്ക് ഈ പോളാർ റീജിയൻസിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ആർട്ടിക് പ്രദേശത്ത് മനുഷ്യർക്ക് ഗുണകരമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റുകൾ, അതുപോലെ തന്നെ എക്സ്പ്ലോറേഴ്സ്, ഇങ്ങനെ ഗവേഷണങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ കണ്ടിന്യൂയിങ് സ്റ്റഡീസ്, അവർ നിരന്തരമായി പഠനങ്ങൾ നടത്താറുണ്ട്. നമുക്ക് ഇപ്പോൾ ഇന്ത്യക്ക് അവിടെ ഒരു ആർട്ടിക്കിൽ ഒരു ഈ പറയുന്ന പോലത്തെ ഒരു റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികളിലെയും അതുപോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ ഭാഗങ്ങളിലേക്ക് പോകാറുണ്ട്. അവർ ക്രൂയിസിൽ പോകാറുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് ജിയോളജി അല്ലെങ്കിൽ മറൈൻ ബയോളജി പോലത്തെ കോഴ്സുകളൊക്കെ പഠിക്കുന്ന ആളുകളൊക്കെ അവരെന്ത് ചെയ്യാറുണ്ട്? ഈ ഭാഗങ്ങളിലേക്ക് പോകാറുണ്ട്. എന്നിട്ട് അവിടെ പഠനങ്ങൾ നടത്താറുണ്ട്, സ്റ്റഡീസ് നടത്താറുണ്ട്. പല കാര്യങ്ങളെ പറ്റിയിട്ടും അവർ പഠനങ്ങൾ നടത്തിയിട്ട് റിപ്പോർട്ടുകൾ ഗവൺമെൻറ്റിന് കൊടുക്കാറുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ പല പദ്ധതികളും ആവിഷ്കരിക്കാറുമുണ്ട്. ഓക്കെ, അവിടുത്തെ മൈന്യൂട്ടായിട്ടുള്ള ചെടികളിലും അതുപോലെ തന്നെ അവിടെ മൈന്യൂട്ടായിട്ടുള്ള ഈ ആർട്ടിക് ഓഷ്യനിലും, അല്ലേ, ഓഷ്യൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു പഠനങ്ങൾ നടത്താറുണ്ട്. ആർട്ടിക് ഓഷ്യനെ വെച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ തന്നെ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് അതിനൊരു എക്സ്ട്രാ കാര്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഫർദർ ഡീറ്റെയിൽസ് അബൌട്ട് ദിസ് ക്ലൈമാറ്റിക് റീജിയൻ വിൽ ബി ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ. അടുത്ത ചാപ്റ്ററിൽ നമ്മളിതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഈ ഏരിയകളുടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക്
ക്ലൈമാറ്റിക് റീജിയൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടാക്കുക. ഓരോ ക്ലൈമാറ്റിക് റീജിയനും അതിൻ്റെ ലൊക്കേഷൻ, അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ വെജിറ്റേഷൻ, അവിടുത്തെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഇതിങ്ങനെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അത് ഏതിൻ്റെ ഇടയിൽ വരുന്നു, ഇതുപോലെ മൺസൂൺ, ഇങ്ങനെ ഓരോന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഒരു ടോപ്പിക്കും കൂടെ ഉള്ളൂ, നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.